ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനങ്ങളോട് പറയുന്നു, സ്വർണം വാങ്ങുന്നത് കുറയ്ക്കൂ, പെട്രോൾ ഉപയോഗം കുറയ്ക്കൂ, വർക്ക് ഫ്രം ഹോം വീണ്ടും പരിഗണിക്കൂ, വിദേശയാത്രകൾ ഒഴിവാക്കൂ. ഇത് കേട്ട് പലരും ഞെട്ടി. രാജ്യത്തെ എന്താണ് നടക്കുന്നത്? ഇന്ത്യ സാമ്പത്തിക പ്രതിസന്ധിയിലാണോ? ഇത്ര വലിയ മുന്നറിയിപ്പ് നൽകാൻ എന്താണ് കാരണം? പക്ഷെ സത്യം എന്തെന്നാൽ ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല. ലോകത്ത് നടക്കുന്ന ഒരു യുദ്ധമാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ഒരു സാമ്പത്തിക യുദ്ധമാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ടെൻഷൻ സോൺസിൽ ഒന്ന് മിഡിൽ ഈസ്റ്റ് ആണ്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഈ ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് കാരണം ലോകം മുഴുവൻ ഓയിൽ മാർക്കറ്റ് ഭയന്നിരിക്കുകയാണ്. ഓയിൽ പ്രൈസ് ഉയർന്നാൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. എന്തുകൊണ്ട്? കാരണം ഇന്ത്യക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ഭാഗം ഇറക്കുമതി ചെയ്യുന്നതാണ്. ഒരു ബാരൽ ഓയിലിന്റെ വില കൂടുമ്പോൾ ഇന്ത്യ കൂടുതൽ ഡോളർ കൊടുത്ത് ഓയിൽ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇമ്പോർട്ട് ബിൽ ഉയരും, ഇൻഫ്ലേഷൻ കൂടും, പെട്രോൾ ആൻഡ് ഡീസൽ പ്രൈസ് പ്രഷർ കൂടും, രൂപയ്ക്ക് സമ്മർദ്ദം വരും. ഇപ്പോൾ തന്നെ ഇന്ത്യൻ രൂപ റെക്കോർഡ് ലോയിലേക്ക് പോയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ആളുകളോട് പറഞ്ഞത്, അൺനെസസറി ട്രാവൽ കുറയ്ക്കൂ, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കൂ, കാർ പൂൾ ചെയ്യൂ, EV ഉപയോഗിക്കൂ, പോസിബിൾ ആണെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യൂ. ഇത് എൻവറോൺമെന്റ് സ്പീച്ച് മാത്രമല്ല, രാജ്യത്തിന്റെ ഡോളർ ഔട്ട്ഫ്ലോ കുറയ്ക്കാനുള്ള എമർജൻസി എക്കണോമിക് റെസ്പോൺസ് ആണ്. ഇവിടെ ആളുകൾക്ക് ഏറ്റവും ഷോക്കിംഗ് ആയി തോന്നിയത് ഗോൾഡ് ഇഷ്യൂ ആണ്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഒരു വർഷത്തേക്ക് നോൺ എസെൻഷ്യൽ ഗോൾഡ് പർച്ചേസ് ഒഴിവാക്കൂ എന്ന് പറഞ്ഞത്? കാരണം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് ഇമ്പോർട്ടേഴ്സിൽ ഒന്നാണ്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഗോൾഡിന്റെ വലിയൊരു ഭാഗം പുറത്തു നിന്നാണ് വാങ്ങുന്നത്. അതിനു വീണ്ടും ഡോളർ വേണം. ഓയിൽ ബിൽ ഓൾറെഡി ഉയരുന്ന സമയത്ത് ഗോൾഡ് ഇമ്പോർട്ട്സ് കൂടി ഉയർന്നാൽ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിലും വലിയ പ്രഷർ വരും. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ എന്നത് അതിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അല്ലെങ്കിൽ വിദേശ നാണ്യ ശേഖരമാണ്. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം $728 ബില്യൺ എന്ന റെക്കോർഡ് ഉയരത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ഇത് ഏകദേശം $690 ബില്യൺ താഴ്ന്നിരിക്കുകയാണ്. രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് പോകുമ്പോൾ അത് തടയാൻ RBI വിപണിയിൽ ഡോളർ വിൽക്കുന്നു. ഓയിൽ ആൻഡ് ഗോൾഡ് ബിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണവില കൂടുമ്പോൾ നമുക്ക് കൂടുതൽ ഡോളർ നൽകേണ്ടി വരുന്നു. ഇനിയും ഈ ശേഖരം കുറഞ്ഞാൽ ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കും. അതുകൊണ്ടാണ് ഡോളർ പുറത്തേക്ക് ഒഴുകുന്നത് തടയാൻ പ്രധാനമന്ത്രി ഇങ്ങനെയൊരു അപ്പീൽ നടത്തിയത്. ഒരു രാജ്യത്തിന്റെ ശക്തി അതിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിലാണ്. കാരണം ഇതാണ് ഓയിൽ വാങ്ങാൻ, ഇമ്പോർട്ട്സ് നടത്താൻ, കറൻസി സ്റ്റെബിലൈസ് ചെയ്യാൻ, ക്രൈസിസ് ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. റിപ്പോർട്ട്സ് പ്രകാരം ഗവൺമെന്റിന്റെ പ്രധാന കൺസേൺ ഫോറിൻ എക്സ്ചേഞ്ച് പ്രഷർ തന്നെയാണ്. ഈ സ്പീച്ച് ഒറ്റപ്പെട്ട കാര്യമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ ശ്രമിക്കുന്നത് ഡോളർ ഡിപ്പെൻഡൻസി കുറയ്ക്കാനാണ്. ലോക്കൽ മാനുഫാക്ചറിംഗ് കൂട്ടാൻ, EV പുഷ് ചെയ്യാൻ, സോളാർ ആൻഡ് റിന്യൂവബിൾ എനർജി വളർത്താൻ, റുപ്പി ട്രേഡ് വർദ്ധിപ്പിക്കാൻ, ഇമ്പോർട്ട്സ് കുറയ്ക്കാനാണ്. കാരണം ഫ്യൂച്ചർ ഓയിൽ ഷോക്സ് വന്നാലും ഇന്ത്യ സർവൈവ് ചെയ്യാൻ കഴിയണം. പ്രധാനമന്ത്രിയുടെ ഈ റിമാർക്സിനെതിരെ വിമർശനങ്ങളും വന്നു. ഒപ്പോസിഷൻ ലീഡേഴ്സ് ഇതിനെ സാമ്പത്തിക പരാജയത്തിന്റെ സൂചനയായി വിമർശിച്ചു. സോഷ്യൽ മീഡിയയിൽ മിക്സഡ് റിയാക്ഷൻസ് ആയിരുന്നു. ചിലർ പറഞ്ഞു രാജ്യത്തിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യണം. മറ്റു ചിലർ പറഞ്ഞു ഇത്ര ഗുരുതരമായ സാഹചര്യമുണ്ടെങ്കിൽ മുമ്പ് മുന്നറിയിപ്പ് നൽകാത്തത് എന്തുകൊണ്ട്? പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. പ്രധാനമന്ത്രി പറഞ്ഞത് സ്വർണം പൂർണ്ണമായി വാങ്ങരുതെന്ന പെർമനന്റ് പോളിസി അല്ല. രാജ്യത്തിന് സാമ്പത്തിക സമ്മർദ്ദമുള്ള സമയത്ത് അൺനെസസറി ഇമ്പോർട്ട്സ് കുറയ്ക്കൂ, ഫ്യൂവൽ കൺസർവ് ചെയ്യുക, ഫോറിൻ എക്സ്ചേഞ്ച് സേവ് ചെയ്യുക എന്ന മെസ്സേജാണ്. ഒരു യുദ്ധം എല്ലായ്പ്പോഴും അതിത്രയും മാത്രമല്ല നടക്കുന്നത്. ചിലപ്പോൾ അത് കറൻസി മാർക്കറ്റിലും നടക്കും. ഒരു രാജ്യത്തിന്റെ എക്കണോമിയെ ബോംബ്സ് മാത്രം ബാധിക്കില്ല, ഓയിൽ പ്രൈസിലും ഡോളർ ഷോർട്ടേജിലും ബാധിക്കും. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ സെൽഫ് റിലയൻസ്, എനർജി സെക്യൂരിറ്റി, ഇമ്പോർട്ട് റിഡക്ഷൻ ഇവയെ സർവൈവൽ സ്ട്രാറ്റജിയായി കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ രാജ്യത്തിനു വേണ്ടിയുള്ള ശരിയായ മുന്നറിയിപ്പാണോ അല്ലെങ്കിൽ സാധാരണ ജനലേക്ക് ബേർഡൻ മാറ്റുന്നതാണോ? കമന്റ് ചെയ്യൂ.